ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2025 പുറത്തിറങ്ങിയിട്ടുള്ള എലക്സിർ എന്ന ഒരു അടിപൊളി സോംബി മൂവിയാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് മൂവിയിലോട്ട് അടക്കാം, വാ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഗ്രാമത്തിലെ തലവൻ്റെ വീട്ടിൽ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുക. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതേസമയം ഒരു കാർ ഭയങ്കര സ്പീഡിൽ ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് പാഞ്ഞു വരുന്നുണ്ട്. ആ കാറ് വന്ന വേഗതയിൽ ആളുകളൊക്കെ തട്ടി അവരൊക്കെ താഴെ വീണു. ശേഷം അത് ചെന്നിടിച്ചത് മറ്റൊരു വണ്ടിയില്ല. വണ്ടി തട്ടി വീണ ആളുകളൊക്കെ വേദന കൊണ്ട് കരയാം. ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റൊരുത്തൻ കാറിൻ്റെ അവിടേക്ക് ഓടി വന്ന് കതക് തുറക്കെന്ന് പറയും. പക്ഷെ തുറക്കില്ല. എന്തത് ഇയാൾ കാറ് തുറക്കാത്തെന്ന് വിചാരിച്ച് ഇവൻ ഒരു വിധനെ പിടിച്ച് വലിച്ച് കാറ് തുറക്കും. ഇപ്പോഴാണ് നടുക്കുന്ന കാഴ്ച കാണുന്നത്. അതായത് അതിലുണ്ടായിരുന്ന ഡ്രൈവർ സോംബിയായിരുന്നു. ഡോർ തുറന്ന് അടുത്ത സെക്കൻഡ് ഇവന്റെ ദേഹത്തോട്ട് ചാടി വീണ് അവന്റെ കഴുത്ത് കട്ടിച്ച് പറിച്ചെടുക്കും. ഇതെല്ലാം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ബഹളം വെക്കാൻ ആരംഭിക്കും. ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ള ഈ പെൺകുട്ടിയെ ശ്രദ്ധിച്ചോ, അവൾ പിന്നെയും നമ്മുടെ കഥയിലേക്ക് വരുന്ന ആളാ. അവിടെ സീൻ കട്ട് ചെയ്താൽ 5 മണിക്കൂർ മുൻപത്തെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഇവൻ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെ സോംബിയായി മാറിയ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഓൺ ദ വേയിൽ നമുക്ക് മനസ്സിലാകും. ഒരു സ്പെഷ്യൽ മരുന്നുണ്ടാക്കുന്ന കമ്പനിയെ കാണിക്കുന്നുണ്ട്. അവിടെയുള്ള സയന്റിസ്റ്റ് 2 ബോക്സിലാക്കിയിട്ട് മരുന്ന് വയ്ക്കും. അതിലൊരു ബോക്സിലുള്ള മരുന്ന് ഓണർക്കും, മറ്റൊന്ന് ഓണറിന്റെ ഫ്രണ്ടിനുള്ളതാണ്. ഫ്രണ്ട് മറ്റൊരു രാജ്യത്താണ്. അവനുള്ളത് പാഴ്സൽ അയച്ചു. ഓണർക്കുള്ളത് അവർ കൊണ്ടുകൊടുക്കും. ഓണർ നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനാ. ക്യാമറ അങ്ങനെ തിരിച്ച് മറ്റൊരു പെണ്ണിനെ കാണിക്കുന്നുണ്ട്. അവൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാ, ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്. പക്ഷെ ഇപ്പോൾ രണ്ടാളും തമ്മിൽ അത്ര അങ്ങ് രസത്തിലല്ല. അതെന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ, ഹീറോയിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഹീറോയിൻ്റെ അപ്പനെ ഇവളങ്ങ് കെട്ടും. ഇതോടെ ഹീറോയിനെ ഇവളുടെ മീത് ഭയങ്കര ദേഷ്യമാകും. ഇപ്പുറത്ത് നമ്മുടെ ഹീറോയിനെയും അവളുടെ ഹസ്ബൻഡിനെയും കാണിക്കുന്നുണ്ട്. അവർ രണ്ടാളും മകനെയും കൂട്ടി ഇവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് വരാം. അച്ഛന് വയസ്സായി, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനി വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഇവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മേടിക്കാനാണ് ഇവര് പോകുന്നത്. അപ്പുറത്ത് അവളുടെ അച്ഛൻ, അതായത് മുൻപ് കണ്ട കമ്പനിയുടെ ഓണർ, കൊണ്ടുവന്ന മെഡിസിൻ മടാന്ന് കുടിക്കും. ശേഷം ടോയ്ലറ്റിൽ പോയി കാര്യമൊക്കെ സാധിച്ച് തിരിച്ചു വന്ന് കണ്ണാടിയിൽ നോക്കിയാൽ മുൻപ് കണ്ട ആളെയല്ല, ഒരു 20 വയസ്സേലും കുറഞ്ഞിരിക്കുന്നു. ശരീരത്തിലുണ്ടായിരുന്ന ചുളിവെല്ലാം മാറി മുടിയെല്ലാം കറുപ്പ് നിറമായി. ഇത് കണ്ട് അയാൾ ആകെ ആശ്ചര്യപ്പെട്ടു പോയി. ഉടനടി ഭാര്യയുടെ അടുത്ത് പോയി, നോക്കടി, എന്റെ ലുക്ക് അങ്ങ് മാറില്ലേ, ഇപ്പൊ എന്നെ കാണാൻ ഷാറുഖ് ഖാന്റെ ഫേസ് കട്ടില്ലേ. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന നേരം മകളും ഫാമിലിയും അവിടെ എത്തി. മകളും ഫാമിലിയും അച്ഛനെ കണ്ട് ഒന്ന് ഞെട്ടി. എങ്ങനെയാച്ചാ ഈ ഒരു ലുക്കിലേക്ക് മാറിയത്? ഇതിന്റെ സീക്രട്ട് എന്താ? എല്ലാം ആ മരുന്ന് തന്നെ. നമ്മുടെ കമ്പനിയിൽ ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വളരെ പവർഫുള്ളും എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. ഇത്രയും കാലം നമ്മുടെ കമ്പനി നഷ്ടത്തിൽ ഓടിയിരുന്നത്. എന്നാൽ അതെല്ലാം ഈ മരുന്ന് വെച്ച് കമ്പനിക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് കമ്പനി തൽക്കാലത്തേക്ക് വിൽക്കുന്നില്ല. നമ്മുടെ ടീം അച്ഛൻ ഈ കമ്പനി വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ട് മറ്റൊരു ബിസിനസ് ചെയ്യാന്ന പ്ലാനിലാണ് നിന്നിരുന്നത്. അപ്പോഴാ അച്ഛൻ തലയിൽ ഇടുത്തി വീഴുന്ന ഡയലോഗ് അടിച്ചത്. ദേ അപ്പുറത്ത് നിൽക്കാൻ ചെക്കനല്ലേ, അത് ഇയാളുടെ മകനാ, അതായത് നമ്മുടെ ഹീറോയിൻ്റെ അനിയൻ. ഇവനെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ചുമ്മാ തേരെ പറ നടക്കുക. അച്ഛനും മകൾക്കിടയിൽ വാക്ക് തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവിടേക്ക് അയാളുടെ ഭാര്യ വരും. അവളെ കണ്ടതും ഹീറോയിന് ഒന്നും കൂടി ദേഷ്യം അരിച്ചു വരും. മൊത്തത്തിൽ കലപ്പില നടന്നുകൊണ്ടിരിക്കുക. ആ തിക്കും തിരക്കും ബഹളത്തിനിടയിൽ അച്ഛനെ പെട്ടെന്ന് വയ്യാതെ ചോര ഛർദ്ദിക്കാൻ തുടങ്ങി. ഇത് കണ്ട് എല്ലാവർക്കും ഷോക്കായി. ചോര ഛർദ്ദിച്ച് അയാൾ തളർന്ന് താഴെ വീണു. ഹീറോയിൻ്റെ ഹസ്ബൻഡ് ചെക്ക് ചെയ്ത് അച്ഛൻ മരിച്ചെന്ന് കൺഫേം ചെയ്യും. ഇത് കേട്ട് എല്ലാവരും തരിച്ചുപോയി. അനുജനെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ വെള്ളമടിച്ച് നിൽക്കുക. അയാളുടെ ഭാര്യ ആരുടെയും സഹായം കേൾക്കാന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. പിന്നാലെ ഹീറോയിനും. ഇതേ നേരം മരിച്ചുപോയ അച്ഛൻ ടക്കെന്ന് എഴുന്നേൽക്കും. കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന മുഖമായി മാറി. കാരണം അവനൊരു സോംബിയായി മാറിക്കഴിഞ്ഞിരുന്നു. തല വെട്ടിച്ച് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഈ കാഴ്ച കണ്ട് എല്ലാവരും പേടിച്ച് മാറി നിൽക്കും. ഇതേ സമയം ഈ വീട്ടിൽ ജോലി ചെയ്യുന്ന പയ്യൻ അവിടെ നിന്നിരുന്നു. അവന്റെ ദേഹത്തേക്ക് ചാട്ടിക്കയറി അവന്റെ കഴുത്ത് കട്ടിച്ച് മുറിച്ചെടുക്കും. എല്ലാവരും ഇത് കണ്ട് പേടിച്ച് നിൽക്കുക. അതേസമയം അവിടെ വേറൊരു ജോലിക്കാരൻ നിൽപ്പുണ്ട്. ഇപ്പോൾ അവന്റെ അടുത്തേക്ക് ഇയാൾ പാഞ്ഞു വരും. അയാളുടെ വരവ് കണ്ട് അവൻ ഓടുന്നു വിചാരിച്ചാൽ നമുക്ക് തെറ്റി. അവൻ അവിടെ തന്നെ നിന്ന് സാർ എന്ത് പറ്റിയെന്ന് കേൾക്കും. അപ്പോഴേക്കും അയാൾ അവന്റെ ദേഹത്തേക്ക് വീണു. അവന്റെ വായിലേക്ക് ഛർദ്ദിക്കും. അയാളുടെ രക്തമെല്ലാം അവന്റെ ശരീരത്തിനുള്ളിലേക്ക് പോകും. ഈ ചെറുക്കൻ വേറെ ആരുമല്ല, പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കാർ ഓടിച്ച് അപകടം ഉണ്ടാക്കിയ സോംബി പൈന. അവനെ കടിക്കാൻ വരുമ്പോൾ ഇയാളുടെ മകൻ ഓടി വന്ന് അയാളെ പിടിച്ചു മാറ്റും. ഉടനെ അയാള് മകന് നേരെ തിരിഞ്ഞ് അവനെ കടിക്കാൻ ശ്രമിക്കും. അപ്പോഴേക്കും മകളും ഭാര്യയും ശക്തിയായിട്ട് പീഡിച്ച് വലിച്ച് അയാളെ നീക്കാൻ ശ്രമിക്കും. ആ ഒരു സമയം മകന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണിന്റെ ട്രിഗറിൽ അറിയാതെ അവന്റെ കൈ അമർന്നതും ഠേ ഒരു ശബ്ദം കേൾക്കും. ആ വെടി നേരെ കൊണ്ടത് അയാളുടെ തലയിലാണ്.
അതോടെ അയാളുടെ കഥ തീരും. ഇതെല്ലാം കണ്ട് എല്ലാവരും കരയാൻ തുടങ്ങി. നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ജോലിക്കാരനെ കാറിൽ കയറ്റി എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് വരാൻ പറയും. ഇവിടെ ഹീറോയിൻ അനുജൻ സ്വന്തം അപ്പനെ തൻ്റെ കയ്യാലെ കൊന്നലെന്ന വിഷമത്തിൽ നടന്നു വന്ന് കാറിൽ കയറിയിരിക്കും. തൊട്ട് പിന്നാലെ ഹീറോയിനും അവനെ സമാധാനപ്പെടുത്താൻ കാറിൽ കയറിയിരിക്കും. നീ വിഷമിക്കാതെടാ, ഇത് നിന്റെ തെറ്റൊന്നല്ല, എങ്ങനെയോ ഇങ്ങനൊരു സംഭവമൊക്കെ നടന്നു, അത്രയേ ഉള്ളൂ. ഇതേ നേരം ഇവിടെ നമ്മുടെ അച്ഛൻ കടിച്ച ജോലിക്കാരനല്ലോ, അവനൊരു സോംബിയായി മാറിക്കഴിഞ്ഞു. അവൻ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കടിക്കാൻ വരും. പക്ഷെ അവൾ അവളുടെ കാല് വെച്ച് ഒറ്റ ചവിട്ട്. ഇതോടെ അവൻ നേരെ ചെന്ന് നിൽക്കുന്നത് ഹീറോയിൻ്റെ ഹസ്ബൻഡ് അടുത്താ. അവനെ കടിക്കാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് നിന്നിരുന്ന ജോലിക്കാരി തടയാൻ ശ്രമിക്കും. ഇതോടെ അവളുടെ നേരെ തിരിഞ്ഞ് അവളുടെ കയ്യിലും കഴുത്തിലെല്ലാം കടിക്കും. ഇത് കണ്ട് ബാക്കി അവിടെ ഉണ്ടായിരുന്ന അവരെല്ലാവരും അവിടുന്ന് പുറത്തേക്ക് ഓടി. നമ്മുടെ ഹീറോയിനും അവളുടെ അനുജനും കാറിലിരിക്കും. പുറകിലൊരു സോംബി ആരെയോ കട്ടിച്ച് പറിക്കുന്നുണ്ട്. അതെല്ലാം ഇവൻ കണ്ണാടി വഴി കാണും. എന്താ സംഭവം എന്നറിയാൻ ഹീറോയിൻ കാറിൽ നിന്ന് പുറത്തിറങ്ങി നോക്കിയാൽ സോംബിയായി മാറിയ വേലക്കാരി വേറൊരുത്തിനെ കട്ടിച്ച് പറിച്ചുകൊണ്ടിരിക്കാം. ഇത് കണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ഇവൾ നോക്കുമ്പോൾ ആ സോംബി ഇവളെ കടിക്കാൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വരും. അവളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുമെന്ന് വിചാരിച്ചാൽ ഹീറോയിൻ്റെ അനുജൻ നേരെ കാറ് റിവേഴ്സ് എടുത്ത് സോംബിയുടെ ദേഹത്തോടെ കയറ്റിറക്കി. എന്നിരുന്നാലും സോംബി അവിടെ കിടന്ന് ആക്രോശിക്കും. ഇപ്പം ഇവർ രണ്ടാളും വേഗം വീടിനുള്ളിലേക്ക് കടക്കും. അവിടെ ആരുമില്ല, തറ മുഴുവൻ രക്തക്കറ. ഇവരെല്ലാവരും എവിടെ പോയെന്ന് വിചാരിച്ച് അവിടെ മൊത്തം നോക്കി. അവസാനം അവർ കാറിൻ്റെ അവിടേക്ക് ചെല്ലും. കാറ് കയറ്റി കഥ തീർത്ത സോംബിയെ അവിടെ ഒന്നും കാണുവാനില്ല. എവിടെ പോയി സോംബി എന്ന് വിചാരിച്ച് അവർ നോക്കുമ്പോൾ പാതി ശരീരത്തോടെ സോംബി ഇവരെ നോക്കി ഇവരടുത്തേക്ക് പാഞ്ഞു വരിക. അതടുത്ത് വന്നതും അനീൻ അവൻ്റെ കാല് വെച്ച് അതിന് ഒറ്റ പെടയാ. ശേഷം രണ്ടാളും കാറെടുത്ത് ഉള്ള ജീവനും കൊണ്ട് അവിടുന്ന് എസ്കേപ്പ് ആവും. മറ്റേ ടീം അവിടുന്ന് രക്ഷപ്പെട്ട് കാടിൻ്റെ സൈഡിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകും. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അതിൽ കയറി രക്ഷപ്പെട്ട് പോകാമെന്ന് വിചാരിച്ചാൽ അതിൽ കീയില്ല, വണ്ടി ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല. അതേ നേരം അച്ഛൻ ആദ്യം കടിച്ച ഒരുത്തനില്ലേ, അവൻ അതിവേഗത്തിൽ ഓടി വന്നുകൊണ്ടിരിക്കാം. അവനെ കണ്ടതും ഇവരെല്ലാവരും കാറിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കും. ഇവൻ അവിടെ വന്ന് അവിടെ മൊത്തം നോക്കും. 2 പേർ കാറിൻ്റെ കീഴും ബാക്കി 2 പേരും സൈഡിലും ഒളിഞ്ഞിരിക്കും. അവൻ അങ്ങനെ അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിനെ കോൾ ചെയ്യും. അവൾ അവൻ എവിടെയെന്ന് വെച്ച് ഫോൺ വിളിക്കും. റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ അവിടേക്ക് കുതിച്ചു വരും. നമ്മുടെ ഹീറോയിൻ്റെ ഹസ്ബൻഡിനെ കടിക്കാൻ ശ്രമിക്കും. ഉടനെ അതിനെ അവരെല്ലാവരും പിടിച്ചു മാറ്റും. അങ്ങനെ സോംബി മാറി മാറി എല്ലാവരെയും കടിക്കാൻ നോക്കും. ഇതേ നേരം ഹീറോയിൻ്റെ ഫ്രണ്ട് അവളുടെ കയ്യിൽ കിട്ടിയ ഒരു കമ്പി വടിയെടുത്ത് ഒറ്റ കൊത്ത. അത് ചാകാതെ അങ്ങനെ തന്നെ നിൽക്കുക. അതേസമയം മഴ പെയ്യാൻ ആരംഭിക്കും. ഇതോടെ സോംബി ഇവരെ അറ്റാക്ക് ചെയ്യാതെ ആകാശത്തേക്ക് മഴയും നോക്കി ഒറ്റ നിൽപ്പ. ഇതാണ് കറക്റ്റ് ടൈമെന്ന് വിചാരിച്ച് ഇവരവിടുന്ന് എസ്കേപ്പ് ആവും. ഇപ്പോഴത്തെ ഹീറോയിൻ്റെ ഹസ്ബൻഡ് വീട്ടിലെ ഡ്രൈവറെ പോലീസിനെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാകില്ലേ, അവൻ ഇപ്പോൾ കുറച്ച് സോംബിയായി മാറാൻ തുടങ്ങി. എന്നാൽ അവൻ ആ ഒരു സോംബിയായി മാറി തുടങ്ങിയ നിലയിൽ പോലീസ് സ്റ്റേഷനിൽ പോകാതെ വണ്ടി എവിടേക്കൊക്കെ കൊണ്ടുപോയി അവസാനം ഗ്രാമത്തിലെ തലവൻ്റെ വീട്ടിലെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറി. ശേഷം മറ്റൊരു വണ്ടിയിൽ ഇടിച്ചു നിർത്തി അവസാനം അവിടെയുള്ള ഒരാളെ കടിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവിടെ മൊത്തം ജഗ പുകയായിരിക്കും. ഇപ്പുറത്തെ വീട്ടുജോലിക്കാരൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ ടീം നേരെ എത്തിപ്പെട്ടത് ഗ്രാമത്തിലെ തലവൻ്റെ വീട്ടിലേക്കാണ്. ആ വീടിൻ്റെ പുറകുവശത്ത് വന്നു നിന്ന് അവർ മുൻപിലേക്ക് എത്തി നോക്കിയാൽ അവിടെ വന്നിരിക്കുന്ന അത്രയും ആളുകളും സോംബിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈവർ ഒരുത്തനെ കടിച്ച് അവൻ മറ്റൊരുത്തനെ കടിച്ച് അങ്ങനെ ചങ്ങല പോലെ പരസ്പരം മാറി മാറി കടിച്ച് എല്ലാവരും സോംബികളായി മാറി. ഇത് കണ്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൻറ്റിയെ ഒരു സോംബി കടിക്കാൻ വരും. പിന്നാലെ വേറെയും സോംബികൾ വന്ന് കറ മുറാന്ന് ആൻറ്റി കട്ടിച്ചു കൊന്നു. ഇവർ ആ സമയം കൊണ്ട് അവിടുന്ന് എസ്കേപ്പായി വീടിനുള്ളിലേക്ക് പോയി ഒളിഞ്ഞിരിക്കും. വീടിൻ്റെ ഫ്രണ്ട് ഡോറ് തുറന്ന കിടക്കുന്നത്. ഹീറോയിൻ്റെ ഹസ്ബൻഡ് പതിയെ ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ പോയി അടയ്ക്കും. അതേസമയം ഹീറോയിൻ ഹസ്ബൻഡിനെ എവിടെയാണ് അവരെന്നറിയാൻ കോൾ ചെയ്യും. അവൻ ഫോൺ എടുത്ത് ഈ വീടിൻ്റെ അടയാളം പറഞ്ഞ് ഈ വീട്ടിലുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അവൾക്ക് വീടും കാര്യം ഒന്നും മനസ്സിലാകില്ല. പക്ഷെ അവളും ആ വീടിൻ്റെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. അവൻ ഇവളോട് ഇവിടെ നിറയെ സോംബി ഉണ്ടെന്ന് പറയാൻ വരുമ്പോഴേക്കും അവൾ ഞങ്ങൾ ഈ സ്ഥലത്താണ് നിൽക്കുന്നത്, നീ ഇതിന് അടുത്താണെന്നറിയാൻ വണ്ടിയുടെ ഹോൺ അടിക്കും. ഈ ശബ്ദം സോംബികളുടെ കാതിൽ വീഴും. അവ എല്ലാറ്റും ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു വരും. ഇത് കണ്ട് അനിയൻ പേടിച്ച് വണ്ടി പുറകിലോട്ടെടുത്ത് ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിക്കും. എന്നിട്ടും സോംബികൾ വിടില്ല. അവറ്റെയെല്ലാം ഇവരെ തുരത്തി പുറകിൽ പാഞ്ഞു വരും. അങ്ങനെ ഓടി വരുന്ന വഴിയിൽ ഗ്രാമത്തിലുണ്ടായിരുന്ന ആളുകളെയും ഈ സോംബികൾ കട്ടിച്ചു പറിക്കാൻ തുടങ്ങി. ഇതോടെ ഗ്രാമം മുഴുവൻ സോംബികളാൽ നിറയാൻ ആരംഭിക്കും. സോംബികൾ പോയ സമയം നോക്കി ഹീറോയിൻ്റെ ഹസ്ബൻഡും അവളുടെ ഫ്രണ്ടും കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. പക്ഷെ ഇവരുടെ കഷ്ടകാലത്തിന് ഇവരെ പുറകിൽ ഒരു സോംബി ഉണ്ടായിരുന്നു. അത് ഇവരെ മിരട്ടി ഓടി വരും. അത് വേറെ ആരുമല്ല, ഇവരെ കൂടെ ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നില്ലേ,
അവൾ ഇപ്പോൾ സോംബിയായി മാറി. അവൾ ഇവരുടെ പിന്നാലെ ഓടി വരുന്നത് കണ്ട് അവർ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി. നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് അകത്ത് കയറിയിട്ടില്ല. അവനൊരു കൈക്കോട്ട് എടുത്ത് അവളെ അട്ടിച്ചു കൊല്ലാൻ ഒരുങ്ങി നിൽക്കുക. പക്ഷെ അവൾ വന്ന വേഗതയിൽ ഇവൻ താഴെ വീണു. ഇതെല്ലാം കണ്ട് ഇവര് പേടിക്കും. ഇനി വരാൻ പോകുന്നത് സോംബിയാണോ അതോ ഹീറോയിന്റെ ഹസ്ബൻഡാണോ എന്ന ഡൗട്ടില് ഇവളൊരു കത്തിയും പിടിച്ചു നിൽക്കുക. അന്നേരം അവൻ അകത്ത് കയറി വരും. ദേഹം മുഴുവൻ രക്ത. വന്ന പാടെ അവൻ അവിടെ ഒരു ചെയറിലിരിക്കും. അപ്പുറത്ത് ഇവർ രണ്ടാളും വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു വാൻ വരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാക്കില്ല. പെട്ടെന്ന് ആ വണ്ടി കണ്ട് അതിൽ കയറ്റാതിരിക്കാൻ വണ്ടി വെട്ടിച്ചതും വണ്ടി നേരെ അവിടെ ഉണ്ടായിരുന്ന കാളവണ്ടിയിൽ ഇടിച്ച് വണ്ടി അടുത്തുള്ള വയലിൽ പോയി മറിഞ്ഞു വീഴും. ഇത് അമ്മാതിരി അപകടമായിരുന്നാലും ഇവർക്ക് രണ്ടാൾക്കും കാര്യമായി പരിക്കുണ്ടാവില്ല. അതേസമയം അവിടെ ഒരു വാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിലെ ഡ്രൈവർ ഇവരെ രണ്ടാളെയും അവിടുന്ന് കൈ പിടിച്ച് കയറ്റി. അതേസമയം വാനിൽ കുട്ടികളടക്കം ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പൊ ക്യാമറ അങ്ങനെ തന്നെ തിരിച്ചു കാണിച്ചാൽ സോംബികൾ എല്ലാവരും വാനിലെ ആളുകളെ ലക്ഷ്യം വെച്ച് കുതിച്ചു വരും. വന്ന പാടെ അതിലുണ്ടായിരുന്ന എല്ലാവരും കട്ടിച്ച് കൊതറി. ഇത് കണ്ട് വണ്ടിക്കാരൻ അവരെ രക്ഷിക്കാൻ അവിടേക്ക് പോകും. പോകല്ലെന്ന് ഇവർ കുറേ പറയും. പക്ഷെ അയാൾ അതൊന്നും കേൾക്കാതെ അവിടേക്ക് പോകും. അതോടെ അയാളുടെ കഥയും ആ കൂട്ടത്തിൽ വന്ന സോംബി തീർക്കും. ഇവിടെ ഹീറോയിന്റെ ഫ്രണ്ട് ജനൽ വഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ഇവരെ മിരട്ടി വന്ന സോംബി ചത്ത് കിടപ്പുണ്ട്. ഹീറോയിന്റെ ഹസ്ബൻഡ് അതിനെ അടിച്ചടിച്ചു കൊന്നിരിക്കുന്നു. ശേഷം ഇവള് ഹീറോയിന്റെ ഹസ്ബൻഡിനെ നോക്കിയാൽ അവന്റെ രൂപത്തിലും ഭാവത്തിലും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. അവൻ പുറം തിരിഞ്ഞു നിൽക്കുക. കുഞ്ഞവനെ അച്ഛന്ന് വിളിക്കുന്നുണ്ട്. അവന്റെ നിൽപ്പിൽ വശപ്പിച്ചൊക്കെ തോന്നി ഇവൾ കുഞ്ഞിനെ പിടിച്ചു മാറ്റി. അതേ നേരം അവനൊരു തിരിച്ചൽ തിരിയും. ആന്നും പറഞ്ഞ് അവളെ കടിക്കാൻ വരും. ഉടനെ കുഞ്ഞ് അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കും. അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതിനാലേ ഇവൻ തിരിഞ്ഞ് കുഞ്ഞിനെ കടിക്കാൻ വരും. ഇപ്പോൾ അവനെ കടിക്കുമെന്ന് വിചാരിച്ചാൽ അതിനു മുൻപ് അവൾ സോംബിയെ തള്ളിവിട്ട് കുഞ്ഞിനെ പിടിച്ച് ഒരു മുറിയിൽ പോയി കഥ കടയ്ക്കാൻ നോക്കുമ്പോൾ സോംബി അവിടുന്ന് തള്ളും. അവള് സർവ്വശക്തി എടുത്ത് വാതിൽ തള്ളിപ്പിടിക്കും. അതേ നേരം സോംബി കുറച്ച് പുറകിലോട്ട് നീങ്ങി ഓടി വന്ന് വാതിലൊരൊറ്റ ചവിട്ട്. അതോടെ വാതിൽ തുറന്നു വന്ന ഫോഴ്സിലെ സോംബി മുൻപിൽ കമ്പി ഉണ്ടായിരുന്നു. ആ കമ്പി സോംബിയുടെ വയറിൽ തുളഞ്ഞു കയറി. അതിന് ഒരു തരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ കഴിയാതെ നിൽക്കുക. ഈ സമയം കൊണ്ട് കുഞ്ഞിനെ കൊണ്ട് അവൾ പുറത്തിറങ്ങി ആ മുറിയുടെ കതകങ്ങ് അവൾ അടയ്ക്കും. അതേസമയം ഇവിടെ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നുണ്ട്. അവിടേക്ക് ഹീറോയിനും അവളുടെ അനുജനും എത്തുന്നു. നടന്ന സംഭവങ്ങളൊക്കെ പറയും. ഗ്രാമത്തിലുള്ള അത്രയും ആളുകൾ സോംബികളായി മാറി എന്നൊക്കെ പറയും. പക്ഷെ അവരാരും അതങ്ങോട്ട് അത്ര വിശ്വസിക്കില്ല. എന്നിരുന്നാലും എന്താണ് സംഭവം എന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു പോലീസിനെ അവിടെ ആക്കി ബാക്കി എല്ലാവരും പുറത്തേക്കിറങ്ങി. ഉടനെ അവിടെ ഉണ്ടായിരുന്ന സോംബികൾ എല്ലാവരും ചറ പറന്ന് ഇവരെ കട്ടിച്ചു കൊതറും. അങ്ങനെ തന്നെ ക്യാമറ തിരിച്ച് ഹീറോയിന്റെ ഫ്രണ്ടിനെയും കുഞ്ഞിനെയും കാണിച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക ഇവര് രണ്ടാളും. അതേസമയം വീടിന്റെ ഓണർ അവൾ ഇവരെ കണ്ടുപിടിച്ച് കത്തി കാണിച്ച് നിങ്ങളാരാ, നിങ്ങളെന്താ എൻ്റെ വീട്ടില് എന്നൊക്കെ കേൾക്കും. ഇവൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഗ്രാമത്തലവന്റെ വീട്ടിലെ ഫംഗ്ഷനിടയിൽ കണ്ട പെൺകുട്ടിയാണ്. ഇവർ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ മുറിയിൽ നിന്ന് അലർച്ചയും ബഹളവും കേൾക്കും. ഇവള് പോയി കഥക് തുറന്നു നോക്കും. ഇവളുടെ അടുത്ത് അവർക്കുണ്ടായി നടന്ന സംഭവങ്ങളൊക്കെ പറയും. ഇതോടെ അവൾക്ക് കാര്യം പിടികിട്ടും. ഉടനെ ഫോൺ എടുത്ത് അവൾ ഒരാൾക്ക് കോൾ ചെയ്യും. അത് പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഓഫീസർക്കാ. അത് ഇവളുടെ ലവറാ. അവനോട് കാര്യങ്ങളൊക്കെ പറയും. ഇതേ ടൈം ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ കടിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിവരും. പിന്നാലെ സോംബികളും. ഉടനെ പോലീസ് ഓഫീസർ ഈ ഓഫീസറെ അകത്ത് കയറ്റി വാതിലടച്ച് നല്ല ഭാരമുള്ള ഒരു സാധനം കൊണ്ടുവന്ന് കഥകിന് മുൻപിൽ വെക്കും. ഒരു കാരണവശാലും സോംബികൾ കഥക് തുറക്കരുതെന്ന് വിചാരിച്ച്. അന്നേരം ഉയർന്ന ഉദ്യോഗസ്ഥൻ സോംബിയായി മാറിക്കഴിഞ്ഞു. അയാൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഇവർ 3 പേരും ചേർന്ന് അയാളെ പിടിച്ച് വലിച്ച് അവിടെയുള്ള ജയിലിൽ വെച്ച് അടച്ചു പൂട്ടിവെക്കും. ശേഷം ഹീറോയിൻ അവളുടെ ഹസ്ബൻഡിനെ കോൾ ചെയ്യും. പക്ഷെ കോള് പോകില്ല. അവർക്ക് എന്തു പറ്റിയെന്ന് ആലോചിച്ച് അവൾ കരയാൻ തുടങ്ങി. ഉടനെ അനിയൻ വന്ന് അവളെ സമാധാനപ്പെടുത്തി നീ വിഷമിക്കാതെ, അവർക്കൊന്നും സംഭവിക്കില്ല. ഇപ്പോൾ അവൾക്കൊരു ഫോൺ കോൾ വരും. അതാരാണെന്ന് നോക്കിയാൽ ഇവളുടെ മകനാ. അവിടെ ഉണ്ടായിരുന്ന പെണ്ണിന്റെ ഫോണിൽ നിന്ന് അവൻ വിളിച്ചിരിക്കുന്നത്. അവന്റെ ശബ്ദം കേട്ടതും അവൾക്ക് ആശ്വാസമായി. ശേഷം ഹീറോയിന്റെ ഫ്രണ്ട് ഫോൺ മേടിച്ച് അവളുടെ ഹസ്ബൻഡിന് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അതെല്ലാം കേട്ട് അവൾ തേങ്ങി കരഞ്ഞു. ഇതേ ടൈം ആ ഗ്രാമത്തിലുണ്ടായിരുന്ന അത്രയും സോംബികൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് തട്ടിക്കൊണ്ടിരിക്കുക. ഇവരുടെ സർവ്വശക്തി എടുത്ത് ഡോർ നല്ല പോലെ ക്ലോസ് ചെയ്ത് പോലീസ് സ്റ്റേഷന്റെ മുകളിൽ കയറി നിൽക്കും. അവിടെ വന്ന് പുറത്തോട്ട് നോക്കിയാൽ സോംബികളുടെ സംസ്ഥാന സമ്മേളനം തന്നെ. അത്രയധികം സോംബികൾ. റോഡിന്റെ ഒരു ഓരത്ത് 2 ബൈക്ക് നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് എത്തണമെങ്കിൽ ഇത്രയും സോംബികളെ മറികടക്കണം. ഇന്നേരം പോലീസ് ഓഫീസർ ഒരു റോക്കറ്റ് വെടി കൊണ്ടുവന്ന് അത് കത്തിച്ച് വയലിലേക്ക് വിടും. ഉടനെ സോംബികള് ശബ്ദം കേട്ട ഭാഗത്തേക്ക് പാഞ്ഞു. ഇതോടെ പടക്കം പൊട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന ഐഡിയ ഇവർക്ക് കിട്ടും. സമയം രാത്രി. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായി പോലീസ് ഉപയോഗിക്കുന്ന ജാക്കറ്റും ഹെൽമറ്റും പിന്നെ കവചവും എടുത്ത് വാതിലിൻ്റെ അവിടെ വന്നു നിന്ന് ആകാശത്തേക്ക് റോക്കറ്റ് ടൈപ്പ് പടക്കം കത്തിച്ചെറിയും. ഇതോടെ സോംബികളെല്ലാവരും പടക്കം പൊട്ടുന്ന ഭാഗത്തേക്ക് പായും.
ആ ഒരു ഗ്യാപ്പിൽ ഇവർ മൂന്നാളും റോട്ടിലേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങും. അതേസമയം കുറച്ച് സോംബികൾ എവിടെ നിന്നോ ഇവരെ നോക്കി പാഞ്ഞു വരും. ഇത് കണ്ട് പതറാതെ ധൈര്യത്തോടെ കയ്യിലുള്ള ഗണ്ണ് വെച്ച് അവയെ ചറ പറന്ന് ഷൂട്ട് ചെയ്യും. ഇപ്പൊ ഇവര് വെടിവെക്കുന്ന ശബ്ദം കേട്ട് ഓടിപ്പോയ മറ്റു സോംബികളും അവിടേക്ക് കുതിച്ചു വരും. അങ്ങനെ ഒരു നിമിഷത്തിനുള്ളിൽ അവരെ സോംബികൾ വന്ന് പൊതിയും. അവരുടെ കയ്യിലുണ്ടായിരുന്ന കവചം മാക്സിമം സോംബികളെ തടഞ്ഞു നിർത്തി. ഇവിടെ ഹീറോയിന്റെ ഹസ്ബൻഡ് കമ്പിയിൽ നിന്ന് പുറത്തു വന്ന് ഒരു ശബ്ദമുണ്ടാക്കി കതക് തല്ലി തുറക്കാൻ ശ്രമിക്കും. ഇപ്പോൾ ഈ സോംബിയുടെ ശബ്ദം കേട്ട് അവിടേക്ക് മറ്റു സോംബികൾ എത്തി. അവർ ഈ വീടിന്റെ ജനലും വാതിലെല്ലാം തല്ലി പൊളിച്ച് തുറക്കാൻ നോക്കും. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കവരെ. അതേസമയം ഇവരുടെ ഭാഗ്യത്തിന് മഴ പെയ്യും. അതുവരെ ഉണ്ടായിരുന്ന ഒച്ചയും ബഹളവും എല്ലാം നിൽക്കും. എന്താ ഇത് ശബ്ദമൊന്നും കേൾക്കാത്തതെന്ന് വെച്ച് ഇവര് കതക് തുറന്നു നോക്കിയാൽ സോംബികൾ എല്ലാവരും മഴ ആസ്വദിച്ച് ആകാശത്തേക്ക് നോക്കി നിൽക്കുക. ഇതാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റിയ സമയം എന്ന് വിചാരിച്ച് ഇവരുടെ ഒരു സ്കൂട്ടർ വീടിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അത് സ്റ്റാർട്ടാക്കാൻ നോക്കും. അതാണെങ്കിൽ സ്റ്റാർട്ടാകുന്നില്ല. ഇവര് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. ഇതേ സമയം സോംബി കതക് പൊട്ടിച്ച് ഇവരെ പിടിക്കാൻ വരുമ്പോഴേക്കും ഇവര് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് സ്കൂട്ടാകും. അതേസമയം ഹീറോയിന്റെ ഹസ്ബൻഡ് ഇവരെ പിടിക്കാൻ പിന്നാലെ വീട് വിട്ടിറങ്ങി. അപ്പോഴാണ് മഴ പെയ്ത് കാണുന്നത്. ഉടനെ ആ സോംബിയും മഴ ആസ്വദിച്ച് അവിടെ നിൽക്കും. ഇവിടെ സോംബികൾ എല്ലാവരും ചേർന്ന് ഇവരെ ആക്രമിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയും മഴ പെയ്യും. ഇതോടെ അവയെല്ലാം മഴ ആസ്വദിച്ച് നിൽക്കാൻ ആരംഭിക്കും. ഈ കറക്റ്റ് ടൈമിൽ ഇവർ മൂന്നാളും പതിയെ പതിയെ മുന്നോട്ട് നീങ്ങി. ഹീറോയിനാണ് ഫ്രണ്ടിൽ നടക്കുന്നത്. ഇവരുടെ കഷ്ടകാലത്തിന് മഴ സ്വിച്ചിട്ട പോലെ നിൽക്കും. ഇതോടെ വീണ്ടും സോംബികൾ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരും. ഹീറോയിന്റെ അനുജനെയും പോലീസ് ഓഫീസറെയും സോംബികൾ പൊതിഞ്ഞു. അനിയൻ ഇവളോട് ഓടി രക്ഷപ്പെടാൻ പറയും. പക്ഷെ ഇവള് പേടിച്ച് അവിടെ തന്നെ നിൽക്കും. ഇന്നേരം ബാക്കിലൂടെ വന്ന സോംബി അവളെ കടിക്കാൻ നോക്കുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് അവന്റെ തലയിൽ ഷൂട്ട് ചെയ്യും. ഇതോടെ അവന്റെ കഥ തീരും. പക്ഷേ ഈ ശബ്ദം കേട്ട് സോംബികൾ അവളുടെ അടുത്തേക്ക് പാഞ്ഞു വരും. ആ ഗ്യാപ്പിൽ മറ്റു രണ്ടാളും തിരിച്ച് വീണ്ടും പോലീസ് സ്റ്റേഷന് പുറകിലൂടെ അകത്തേക്ക് കയറി. ഇവൾ നേരെ അവിടെ ഇട്ടിരുന്ന വാനിനുള്ളിൽ കയറി കഥ കടയ്ക്കും. ഇപ്പോൾ വണ്ടിക്ക് ചുറ്റും സോംബികളാൽ നിറയും. അവ ഗ്ലാസ് തല്ലി പൊട്ടിക്കാൻ ശ്രമിക്കുക. ഇവൾക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ അറിയില്ല. എന്തു ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുക. അതേ നേരം ഹീറോയിന്റെ ഫ്രണ്ടും മോനും ആ പെണ്ണും കൂടി സ്കൂട്ടറിൽ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ടാകും. കുറച്ച് ദൂരത്തായിട്ട് വാനിന് ചുറ്റും സോംബികൾ നിൽക്കുന്നത് കണ്ട് ഇവർ വണ്ടി തിരിച്ച് പോകാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ കിക്കർ അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശബ്ദം കേട്ട് സോംബികൾ എല്ലാവരും ഇവരുടെ അടുത്തേക്ക് ചാടി ഓടി വരും. അതേസമയം നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു റോക്കറ്റ് പടക്കമുണ്ടായിരുന്നു. അത് പൊട്ടിച്ചു വിട്ടതും അതിന്റെ ശബ്ദം കേട്ട് സോംബികൾ പടക്കം പൊട്ടുന്ന ഭാഗത്തേക്ക് വിടും. ഈ ഒരു സമയം ഹീറോയിൻ ഇറങ്ങി വരും. അങ്ങനെ അമ്മയും മകനും കണ്ടുമുട്ടും. എല്ലാവരും കണ്ട സന്തോഷത്തിൽ നിൽക്കുന്ന നേരം അതിനധികം ആയുസ്സുണ്ടായില്ല. ഒരു സോംബി ഇവരെ കടിക്കാൻ പാഞ്ഞെത്തി. ഇവർ രണ്ടാളും പരമാവധി അതിനെ തടുക്കാൻ ശ്രമിക്കും. ഒരു സമയത്ത് അതിനെ തടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാതെ അതേ നേരം അതിന്റെ തലയിൽ ചക്കെന്ന് ഒരു കത്തി കുത്തിയിറങ്ങി. ആരാണ് കുത്തിയതെന്ന് നോക്കിയാൽ ആ പെണ്ണ് അവളുടെ കയ്യിൽ വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് സോംബിയുടെ തലയിൽ കുത്തിയിറക്കിയത്. ഇപ്പോൾ പാടത്തിന്റെ വശത്തേക്ക് പോയ സോംബികൾ എല്ലാവരും തിരിഞ്ഞ് ഇവരുടെ അടുത്തേക്ക് വരും. ഉടനെ ഇവർ നാലാളും വാനിൽ കയറി കഥ കടയ്ക്കും. ഹീറോയിന്റെ ഫ്രണ്ടിന് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല. എന്നിരുന്നാലും ഒരു വിധന വണ്ടി സ്റ്റാർട്ടാക്കി ഒരു അന്തവും കൊന്തവുമില്ലാതെ വണ്ടി ഓടിച്ച് അവിടെയുള്ള സോംബികളുടെ മേത്തെല്ലാം കയറ്റി നേരെ സ്റ്റേഷനുള്ളിലേക്ക് വണ്ടി കയറ്റി. അവിടെ ഹീറോയിൻ്റെ അനിയൻ ഒരു ഭാഗത്ത് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നുണ്ട്. കാരണം ഇവർ വണ്ടി അതിനുള്ളിലേക്ക് ഓടിച്ച് കയറ്റിയപ്പോൾ കതക് തുറക്കാതിരിക്കാൻ വെച്ചിരുന്ന ഇരുമ്പിന്റെ ബോക്സ് ഇവന്റെ കാലിൽ വന്ന് പതിക്കും. അതുകൊണ്ട് ഇവനെ കൊണ്ട് ഒരടി നീങ്ങാൻ പറ്റില്ല. അവരെല്ലാവരും ചേർന്ന് അത് പൊക്കാൻ നോക്കും. പക്ഷെ സാധിക്കില്ല. അതേസമയം മുൻവശത്തെ വാതിലിലൂടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ആ സോംബി അകത്തേക്ക് കയറി കുഞ്ഞിന്റെ കാല് കടിക്കാൻ നോക്കി. ഇവർ മൂന്നാളും ചേർന്ന് അവനെ രക്ഷിക്കാൻ നോക്കും. സോംബി അവന്റെ കാല് വിടുമെന്ന് തോന്നുന്നില്ല. അത് അവന്റെ കാല് കടിക്കാൻ നോക്കുക. ഇപ്പൊ ഹീറോയിൻ സോംബിയുടെ തല പിടിച്ച് ഫ്രണ്ടിനോട് ഷൂട്ട് ചെയ്യാൻ പറയും. പക്ഷെ അവളൊന്നും മടിക്കും. കാരണം ഹീറോയിന്റെ ഹസ്ബൻഡ് അല്ലേ. പക്ഷെ വീണ്ടും വീണ്ടും അവൾ ഇവളോട് വെടിവെക്കാൻ പറഞ്ഞതോടെ അവൾ ഒറ്റ വെടിയാ. ഇതോടെ അവന്റെ മുഖം വികൃതമായി മാറി. ഇപ്പോൾ ശബ്ദം കേട്ട് പിൻവശത്തു കൂടെ വന്ന സോംബികൾ പോലീസ് ഓഫീസറെയും അവന്റെ ലവറെയും കട്ടിച്ചു കൊല്ലും. മിനിറ്റിന് സോംബികൾ അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ കൊണ്ട് എന്തായാലും രക്ഷപ്പെടാൻ സാധിക്കില്ല. തന്റെ ഫാമിലിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അനുജൻ ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊണ്ട് നിങ്ങൾ ഓടി രക്ഷപ്പെട് എന്ന് അവരോട് പറയും. അവൻ മനസ്സില്ലാ മനസ്സോടെ അവൻ അവിടെ വിട്ടിട്ട് പുറത്തിറങ്ങി. അവന്റെ കയ്യിൽ ഒരു പടക്കം കൊളുത്തി വെച്ചിട്ടുണ്ട്. എല്ലാ സോംബികളും ഈ സമയം കൊണ്ട് അവന്റെ അടുത്തേക്ക് എത്തി അവനെ കട്ടിച്ച് കൊതറിക്കൊണ്ടിരിക്കുക. ഈ ടൈമിൽ കയ്യിലുള്ള പടക്കം നേരെ വണ്ടിയുടെ താഴെ നിറയെ ഡീസൽ വീണിട്ടുണ്ടായിരിക്കും. അവിടേക്ക് എറിയും. അതോടെ ഭൂം, പോലീസ് സ്റ്റേഷൻ മൊത്തത്തിൽ ആളി കത്തി. അപ്പോഴേക്കും ഇവര് മൂന്നാളും പാടം വഴി റോഡിലേക്ക് എത്തി. ഫ്രണ്ട് വന്ന ഉടനെ അവളുടെ കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് ഏത് വണ്ടി സ്റ്റാർട്ടാക്കാൻ പറ്റും നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നേരം ഹീറോയിൻ തനിയെ നിൽക്കുക. എന്താണെന്ന് ഇവള് ചെന്ന് നോക്കിയാൽ
കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കുന്നതിനിടയിൽ അവളുടെ ഭർത്താവ് അവളുടെ കയ്യിൽ കടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ചായിട്ട് സോംബിയായി മാറിക്കൊണ്ടിരിക്കാന്ന് മനസ്സിലാക്കിയ കുഞ്ഞ് തേങ്ങി കരയും. ഭയപ്പെടാതെ, നീ ധൈര്യമായിട്ടിരിക്കെ, നിനക്കിനി എന്നും ആൻറ്റി ഉണ്ടാകും കൂടെ. ആൻറ്റി പറഞ്ഞതനുസരിച്ച് നല്ല കുട്ടിയായിട്ട് ജീവിക്കണം. ഇതേ സമയം എവിടെ നിന്നൊക്കെയോ സോംബികൾ ഇവരെ നോക്കി ഓടി വരുന്നു. ഇത് കണ്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് കുട്ടിയും കൂട്ടി വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകും. ഹീറോയിൻ ഒരു പടക്കം കയ്യിൽ കത്തിച്ച് പിടിച്ച് വയലിൻ്റെ സൈഡിൽ പോയി നിൽക്കും. ഈ പടക്കം കണ്ടതും എല്ലാ സോംബികളും ഇവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അവ അടുത്തെത്തുന്നതിന് മുൻപ്, ഇവൾ മുഴുവനായിട്ട് സോംബിയായി മാറുന്നതിന് മുൻപ് സ്വയം ഗണ്ണ് വെച്ച് ഷൂട്ട് ചെയ്ത് മരിക്കും. അവിടെ കട്ട് ചെയ്താൽ അടുത്ത ദിവസം കാലത്ത് ഫ്രണ്ടും ആ കുഞ്ഞും ഈ ഗ്രാമം വിട്ട് മറ്റൊരിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതേ നേരം ഇവരുടെ പുറകിലെ ഇവരെ ആദ്യം മിരട്ടി വന്നിരുന്ന സോംബിയിലെ അത് മിരട്ടി വന്നുകൊണ്ടിരിക്കുക. അവിടെ സീൻ കട്ട് ചെയ്താൽ മറ്റൊരു സിറ്റിയാണ് കാണിക്കുന്നത്. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിന്റെ അച്ഛൻ കുടിച്ച അതേ മരുന്ന് അയാളുടെ ഫ്രണ്ടിന് പാഴ്സൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരിക്കില്ലേ, ആ ഫ്രണ്ട് വേറെ ആരുമല്ല, ഇവരാണ്. ഇപ്പൊ ഈ ആൻറ്റി ആ മരുന്ന് കുടിക്കും. അധികം വൈകാതെ അവളും സോംബിയായി മാറും. അതോടെ ഈ കഥ വീണ്ടും തുടരും. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കാണ്. ബായ്.